ഹായ് ഫ്രണ്ട്, നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ. അപ്പൊ നമ്മള് എവിടെ പോയെന്തോ? നമ്മൾ നമ്മുടെ കിളിക്കൂടിലോട്ട് പോയതാണ്. ഓക്കെ, നമ്മളെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ വീടിന്റെ ബേക്കിലുള്ള വസ്തുക്കളാണ് കേട്ടോ ഇതൊക്കെ. ഒരു 3 പ്രോപ്പർട്ടി ഉണ്ട്. ആ 3 പ്രോപ്പർട്ടിയിലും വീട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ. അപ്പം നമ്മളെ വസ്തുവാണ്, നമ്മളെ വീടാണ് ഈ കാണുന്നത്. അപ്പം ടെയിലിന്റെ പണിക്കാരിന്നുണ്ട് കേട്ടോ. കാരണം ടെയില് പണിയുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അത്യാവശ്യം അല്ലെ എന്തോ അത്യാവശ്യം എല്ലാ പണിയും തീരും. അതെ, നമ്മൾക്ക് നമ്മുടെ ഗ്രാനൈറ്റ് ഉരുട്ടുക അല്ലെ, ഉരുട്ടുക എന്നാണ് പറയുന്നത്. ഉരുട്ടുകയെന്ന് വെച്ചാൽ അതിന്റെ ആ എഡ്ജ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുക, അതിന്റെയൊക്കെ പണിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കറങ്ങിയ വീടെന്ന് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഹെൽമെറ്റ് ഒക്കെ വെച്ചാണ് വരുന്നത്. വീടിന്റെ അടുത്തുനിന്ന് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. എന്നാലും കഴിഞ്ഞ ആഴ്ച എനിക്ക് പെറ്റി വന്നു ഹെൽമെറ്റ് വെക്കാത്തതിന്. അതുകൊണ്ട് ഇവിടെ പോലെ ഹെൽമെറ്റ് വെച്ചതിന് പോകത്തുള്ളു. പിന്നെ ഒരു പ്രത്യേക കാര്യം, ടെയിലിന്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ മൊത്തം നല്ല പൊടിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മാസ്ക് ഒക്കെ ഇട്ടാണ് പോയത്. കാരണമല്ല, അവിടെ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ടൈല് പണിയുടെ ശബ്ദം കാരണം അതിനകത്തൊന്നും കേൾക്കുന്നില്ല. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. വൃത്തിയിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മള് ഗ്രാനൈറ്റ് ഉരുട്ടുക അല്ലെ. എനിക്കും കൂടുതൽ അറിയത്തൊന്നുമില്ല. ഇതാണ് വെച്ചാൽ ഗ്രാനൈറ്റിന്റെ എഡ്ജ് ഒന്ന് മണ്ടലൊന്ന് ഫ്ലാറ്റ് കൊടുത്തിട്ട്, ഫ്ലാറ്റ് സ്ലോപ്പ് കണക്ക് കൊടുത്തിട്ട് താഴെ ഒന്ന് കുത്തനെ കൊടുക്കുക. അവരിപ്പോ അങ്ങനെ ചെയ്യുന്നത്. എന്റെ നമ്മളെയൊക്കെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കർവില്ലേ, ഇങ്ങനെ കർവ് കണക്ക് ഉരുട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോപ്പ് കൊടുത്ത് ഫ്ലാറ്റ് അടിക്കുക. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഞങ്ങൾ നടക്കട്ടെ പറഞ്ഞു. ഇത് നമ്മളെ കിച്ചൺ കണ്ടു. നമ്മളെ 2 കിച്ചണും ഉണ്ട്. അപ്പൊ 2 കിച്ചന്റെ വർക്ക്, ഗ്രാനൈറ്റിന്റെ ടൈലിന്റെ വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം ടൈല് വർക്കും എല്ലാം മിക്കതും ഇന്നുകൊണ്ട് എല്ലാ പണിയും, ബാത്റൂം ഉൾപ്പെടെ എല്ലാ പണിയും ഫിനിഷ് ആക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാത്റൂമിൽ ഒരു ടൈല് പൊട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് അത് ചേഞ്ച് ചെയ്യണം. അത് അവരെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്, അവർ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് ഈ അടുത്ത ആഴ്ച നന്ദുവിന്റെ വീട്ടിൽ പോകും. നമ്മൾ ടൈൽസ് എടുത്തത് എവിടെ നന്ദു? കുണ്ടറയെന്നാ. അപ്പം നന്ദുവിന്റെ വീട്ടിൽ പോണ വഴിക്കാണ് ഈ സ്ഥലം. അപ്പം അവിടെ പോകാൻ നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പണിക്കാരെ പിന്നെ വിളിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ പണി മാത്രമേ ഉള്ളൂ നമുക്ക്, ബാക്കി എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെയും ചേട്ടന്റെ ബെഡ്റൂമിലെ ടൈലില് താഴെ തീട്ടിട്ടുണ്ടായിരുന്നു. ഇതായിട്ടോ കളർ എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടത് പറയണേ. ആ ബാത്റൂം ആണ് ഒരു ആഷ് കളറും ഒരു വൈറ്റും, എല്ലാം മാറ്റ് തന്നെയാണ്. അതിൽ ഒരു കളർ താഴെ ഇട്ടേക്കുന്നല്ലേ, ആഷ് കളർ. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഒരു സംഭവം എപ്പോക്സി അല്ലേ, എപ്പോക്സി വീണ്ടും പാലാച്ച് ആവുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ എപ്പോക്സി അടിക്കുന്നതാണ് ആ ചേട്ടന്മാര് പറഞ്ഞത്. നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ടൈലിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കണ്ട, അതിനകത്തൊരു ഒരു പശയുണ്ട്, എപ്പോക്സി എന്ന് പറയും. ആ പശ ഫില്ല് ചെയ്യുക, നമുക്ക് ചെയ്യുമ്പോൾ കാണാം. പിന്നെ നമ്മുടെ ടൈലിന്റെ കളർ നിങ്ങൾ വിചാരിക്കും ടൈല് നല്ല പ്യൂർ വൈറ്റ് ആണ്, പക്ഷെ പൊടിയും കാര്യങ്ങളും കൊണ്ടാട്ടോ എത്ര തിളക്കം അറിയാത്തത്. കാരണം അവരെ പണിന്ന് തീരത്തേ ഉള്ളൂ. ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് നല്ലപോലെ ഫിനിഷ് ആക്കും. അപ്പൊ ആ കളറൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മളെ കോമൺ ബാത്റൂം ആണ്. ഈ സെലക്ഷൻ മൊത്തം നന്ദുവാണ് കേട്ടോ. കാരണം എനിക്ക് ഈ കോമൺ ബാത്റൂം ടൈൽസ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ നന്ദുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറയാം, എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇഷ്ടം. കൂടുതൽ ഒരുപാട് കളർ വാരി പൊത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ലൈൻസ് ആണ് എനിക്ക് പിടിക്കാത്തത്. എന്തോ ആയിക്കോട്ടെ. ഇത് നമ്മുടെ മോന്റെ ബെഡ്റൂം ആണ്. അത് അതൊരു മാറ്റും ഒരു റെഡ് മിക്സ് ആയ കളറുമാണ്. ഇതെല്ലാം ഞാനാണ് സെലക്ട് ചെയ്തത്, എല്ലാം ഞാനാണ് സെലക്ട് ചെയ്തത്. ചേട്ടൻ ഈ റൂമിലാണ് വൺ ടൈൽ മിസ് ആയി പോയത്, പൊട്ടിപ്പോയത്. പിന്നെ നമ്മുടെ ടൈൽ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാ വെച്ചേക്കുന്നത്. അതിന് കാരണമുണ്ട് അല്ലേട്ടാ. നമ്മളെ ഷവറിന്റെ പൊക്കത്തിന് വെച്ചാണ് വെച്ചേക്കുന്നത്. സാധാരണ 7 അടി പൊക്കമാണ് വെച്ചിരുന്നത്. ഇതിപ്പോ ഏകദേശം 8.5 അടി പൊക്കം അടുപ്പിച്ചുണ്ട് ടൈലിന്റെ പൊക്കം. ഇത് നമ്മുടെ ഹോളാണ് കേട്ടോ, നമ്മുടെ മെയിൻ ഹോളാണ്. മൊത്തവും പൊടിയാ, കാരണം ഇതെല്ലാം വൃത്തിയാക്കാൻ ഉണ്ട്. നമുക്ക് അവസാനം ബാക്കി നമ്മുടെ മെയിൻ ടൈല് കളർ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു പീസ് ബാക്കി വന്നെയാണ്. അതിന് റിട്ടേൺ കൊടുക്കാനൊന്നും വെക്കുന്നില്ല, കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾ വരും ഇവിടെയൊക്കെ. അപ്പൊ എടുക്കാൻ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. അപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ. ഇത് നമ്മൾ പുതിയതായിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. ഇതാണ് നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിച്ചു തരാന്ന്. ഇത് നമ്മളെ തടിപ്പടിക്കാരൻ ചേട്ടനില്ലേ, പുള്ളി ഒരു ഡിസൈൻ പറഞ്ഞു വെച്ചാൽ ഈ കട്ട്ലയുടെ മണ്ടികളെ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാണ്. സംഭവം ചെയ്ത് വന്നപ്പോ നൈസ് ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രണ്ടിലുള്ള സോപാനത്തിന്റെ സൈഡ് മൊത്തം ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി ഇന്ന് കൊണ്ട് ഏകദേശം തീരും. നമ്മളെ വീടിന്റെ ഫ്രണ്ടും റോഡൊക്കെയാണ് ഇത്. ചുറ്റും വീടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അയൽക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അമ്പലം വരുന്നുണ്ട്. ഒരു അമ്പലം ഉണ്ടായിരുന്നു ഓൾറെഡി. 2 അമ്പലം ഉണ്ട് അവിടെ. ഒരു പുതിയ അമ്പലം വരുന്നുണ്ട്, ശ്രീകൃഷ്ണൻ അമ്പലം വരുന്നുണ്ട്. നമുക്ക് അടുത്ത് നടന്നു പോയിട്ട് വരാൻ പറ്റുന്ന ദൂരത്തില്. അത് ഒരുപാട് സന്തോഷം അല്ലേ കേട്ടോ, അമ്പലം അടുത്ത് വന്നപ്പോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തല്ല, ജസ്റ്റ് നമുക്ക് നടന്നു ഒരു 2-3 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ.
അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചിട്ടോ, അവർ ജോലി ചെയ്തോണ്ട്. അപ്പൊ നമ്മുടെ പണിയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ തണിപ്പടിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്നുകൂടെ വന്ന് ആണിയൊക്കെ വെച്ചൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത്. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ഞാനും മോനോട് കളിയായിരുന്നു. ഞങ്ങൾ ഇച്ചിരി കരിയൊക്കെ വെച്ച് കലാവിരുതൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.